ഒട്ടും ചെലവില്ലാതെ ഹോം റെമഡീസ് കൊണ്ട് സ്കിൻ കെയറും വെയിറ്റ് ലോസും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആലോചിക്കാറില്ലേ? പക്ഷേ എവിടെ നോക്കിയാലും ഹോം റെമഡീസ് കാണുന്നത് കാരണം ആക്ച്വലി ഇതിന് എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്നോ, ഇത് ആർക്കൊക്കെ സ്യൂട്ടബിൾ ആവുമെന്നോ, ഇത് ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ലെന്നോ അറിയുണ്ടാവില്ല. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ കെയറിനും വെയിറ്റ് ലോസിനും പറ്റിയുള്ള ഹോം റെമഡീസിനെ പറ്റിയാണ്. അതും സയന്റിഫിക് ആയിട്ട് വർക്ക് ആവുന്ന രീതിയിലുള്ള ഹോം റെമഡീസ്. ആൻഡ് ഓൾസോ ഇത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണെന്നും ഇത് ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ലെന്നും എത്ര നാൾ കൊണ്ട് എന്തൊക്കെ റിസൾട്ട് കിട്ടുമെന്നും ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ടാവും. വെൽക്കം ബാക്ക് ടു വീണസ് ഇന്നർ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇഫക്റ്റീവായ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, റോ ഹണി മാസ്ക്. അപ്പോൾ ഈ റോ ഹണി മാസ്ക് ആർക്കൊക്കെ വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്നെ പ്രോൺ സ്കിന്നിന്, സെൻസിറ്റീവ് സ്കിന്നിന്, കോമ്പിനേഷൻ സ്കിന്നിന്, ഡൾ സ്കിന്നിന്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ബെനിഫിഷ്യൽ ആവുക. ഇത് ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഈ ബി പ്രൊഡക്ട്സ് അലർജിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആക്ച്വലി ഈ ഒരു റോ ഹണി മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ബി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തേനീച്ചയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് സ്കിന്നിൽ അലർജി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ദയവ് ചെയ്ത് ആക്ച്വലി ഈ ഒരു ഹണി മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരു തിൻ ലെയർ പോലെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. 15 to 20 മിനിറ്റ്സ് വെക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇത് ആഴ്ചയിൽ ഒരു 2 മുതൽ 3 തവണ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ 2 to 3 യൂസേഴ്സ് കൊണ്ട് നോർമലി സ്കിന്നൊന്ന് കാം ആവും, സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആവും. ആൻഡ് ഓൾസോ ഒരു 2 വീക്സ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് ആക്ച്വലി ആക്നെ ഒക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഓൾസോ ഒരു 4 വീക്സ് ആവുമ്പോഴേക്കും നോർമലി സ്കിന്ന് ഒന്ന് ബ്രൈറ്റൻ ആവുകയും സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഈവൻ ടോൺ ആവുകയും ചെയ്യും. ഇനി സെക്കൻഡ്, ഗ്രീൻ ടീ ടോണർ. ഗ്രീൻ ടീയുടെ ടോണർ ആക്ച്വലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നോർമലി നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നു, അത് നോർമലി തണുപ്പിക്കുന്നു, തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് ചില്ലാക്കിയിട്ട് അതൊരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡിലാക്കിയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് നോർമലി ഗ്രീൻ ടീ ടോണർ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഇത് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആവുന്ന ആർക്കൊക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലി സ്കിൻ ആണെങ്കിൽ അത് ആക്ച്വലി വർക്ക് ആവും, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും വർക്ക് ആവും, അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ എക്സീമ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഗ്രീൻ ടീയുടെ ടോണർ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഡെയിലി അപ്ലൈ ചെയ്യാം. ഡെയിലി മോർണിംഗും നൈറ്റും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫേസിൽ ഓയിൽ കുറച്ച് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം പോസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ആയതുപോലത്തെ ഒരു ഫീൽ വരും. ആൻഡ് ദെൻ ഒരു 4 വീക്സ് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി നിങ്ങളുടെ സ്കിന്നിലെ ആക്നെ ഒക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സ്കിന്നൊന്ന് കുറച്ച് സ്മൂത്തൻ ആവുകയും കുറച്ചൊന്ന് ബ്രൈറ്റൻ ആവുകയും കുറച്ചൊന്ന് ഈവൻ ടോൺ ആവുന്നത് പോലെയും ഫീൽ ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് ആക്ച്വലി ചെറിയ രീതിയിലുള്ള സ്ലൈറ്റ് ഡിഫറൻസ് ആണ്, പക്ഷേ ആ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും, ബിക്കോസ് അത് സയൻസ് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ മിക്സ്. ഇത് ആർക്കൊക്കെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഡ്രൈ സ്കിന്നിന്, അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന്, അതുപോലെ തന്നെ ഡൾ സ്കിന്നിന്, ഈ 3 ആൾക്കാർക്ക് ആക്ച്വലി ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇത് ഓയിലി സ്കിൻ ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ബിക്കോസ് എക്സ്ട്രീംലി ഓയിലി ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ച് ഗ്രീസി ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഓയിലി സ്കിൻ ഉള്ളവർ ആക്ച്വലി ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നോർമലി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിൻ ആക്ച്വലി ഒരു പാർട്ട് എടുക്കുക. അതായത് എത്രയാണോ ഗ്ലിസറിൻ എടുക്കുന്നത് അതിന്റെ നേരെ ഇരട്ടി വേണം നമ്മൾ റോസ് വാട്ടർ എടുക്കാൻ. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നോർമലി ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ ഫേസിലേക്ക് ആക്ച്വലി സ്പ്രേ ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമലി ഒരു ടോണർ പോലെ യൂസ് ചെയ്യാം. ഇത് എങ്ങനെ യൂസ് ചെയ്തതിൽ ആക്ച്വലി ഒരുപോലെ ബെനിഫിഷ്യൽ ആണ്. ഇത് എപ്പോൾ ഒക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ആക്ച്വലി ഡെയിലി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് AM റൂട്ടീനിലും PM റൂട്ടീനിലും 2 ടൈമിലും ആക്ച്വലി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 വീക്കിൽ തന്നെ ആക്ച്വലി നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടി സപ്പിൾ ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കുറച്ചും പ്ലംപി ആയിട്ട് അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഓൾസോ ഒരു 2 to 3 വീക്സ് കഴിയുമ്പോഴേക്കും സ്കിന്നിൽ ആക്ച്വലി ഡ്രൈനസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഡ്രൈനസ് ഒക്കെ പോയിട്ട് കുറച്ചും കൂടി സ്മൂത്തൻഡ് ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ചൊന്ന് ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ ടെക്സ്ചർ ഒക്കെ ഒന്ന് പോയിട്ട് കുറച്ചും കൂടി ഒന്ന് ഈവൻ ഔട്ട് ആയതുപോലെ സ്കിന്നിൽ ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ട് മീൽ ക്ലെൻസർ. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം, സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാം, ഇറിറ്റേറ്റഡ് സ്കിന്നിന് യൂസ് ചെയ്യാം, കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാം.
ആര് യൂസ് ചെയ്ത് കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലി സ്കിൻ ആണ് നിങ്ങൾക്കെങ്കിൽ ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓയിലി, ആക്നെ അങ്ങനെയുള്ള സ്കിൻ ആണെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോർമലി റെഡ്നെസ് ആണ്, ഇറിറ്റേഷൻ ഒക്കെ ആണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇത് വർക്ക് ആവുക. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ആക്ച്വലി ഓട്സ് പൊടിച്ചിട്ട് പൗഡർ ആക്കി മാറ്റുക. ആൻഡ് അത് നമ്മൾ പാലിന്റെ കൂടെയോ അല്ലെങ്കിൽ കേർഡിന്റെ കൂടെ, തൈരിന്റെ കൂടെയോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. മിൽക്ക് ആണോ അല്ലെങ്കിൽ കേർഡ് ആണോ എന്നുള്ളത് അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ആക്ച്വലി നമ്മൾ ക്ലെൻസർ പോലെ ആക്ച്വലി വാഷ് ഓഫ് ചെയ്ത് കളയുക. അതായത് നോർമലി നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു മൈൽഡ് ക്ലെൻസർ പോലെ അത് യൂസ് ചെയ്യുക. ഇത് എത്ര ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു വീക്ക്ലി 2 to 3 ടൈംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആൻഡ് കുറച്ച് പേർക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് ആക്ച്വലി ഈ ഒരു ക്ലെൻസർ ഫേസ് വാഷിന് പകരമായിട്ട് യൂസ് ചെയ്യാവുമെന്ന്. പകരമായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ നോർമലി മോർണിംഗ് റുട്ടീനിന്റെ കൂട്ടത്തിൽ, അതായത് അതിൽ ഒരുപാട് ഓയിലി സ്കിൻ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നോർമലി നിങ്ങൾ ഈ ഒരു ഓട്സിന്റെ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതിയാവും. നോർമലി ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു നൈറ്റ് റുട്ടീൻ്റെ കൂടെ മാത്രമാക്കി മാറ്റി വെച്ചാൽ മതി. ഇത് എത്ര നാൾ കൊണ്ട് റിസൾട്ട് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി 1 to 2 യൂസേഴ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ആക്ച്വലി റെഡ്നെസ് ഒക്കെ ഒന്ന് കാമാവും. സ്കിന്ന് മൊത്തത്തിൽ ഒന്ന് ഇറിറ്റേഷൻ ഒക്കെ ഒന്ന് മാറി ഒന്ന് കാമായിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ 2 to 3 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ ആക്ച്വലി ഡ്രൈ പാച്ചസ് ഉള്ളതൊക്കെ ഒന്ന് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓൾസോ ടെക്സ്ചർ ഒക്കെ മാറി സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആയി ഒന്ന് സ്മൂത്ത് ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വെയിറ്റ് ലൂസിന്റെ കാര്യത്തിൽ ഹെൽപ്ഫുൾ ആകുന്ന ഹോം റെമഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആകുമെന്നും അത് ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ലെന്നും എത്ര നാൾ കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓവർനൈറ്റ് ആയിട്ട് ആക്ച്വലി കുതിർത്തെടുത്ത ഉലുവ, അതായത് ഫെനുഗ്രീക് സീഡ്സ് എന്ന് പറയും. ഇത് ആർക്കൊക്കെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി PCOD ഉള്ള ആൾക്കാർക്ക് ഇത് വർക്ക് ആവും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ വിശപ്പൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനി ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബ്ലഡ് ഷുഗർ കുറവാണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ ആക്ച്വലി ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ രാത്രിയിൽ ആക്ച്വലി 1 സ്പൂൺ ഉലുവ എടുത്തിട്ട് ആക്ച്വലി അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. ആൻഡ് രാവിലെ എണീറ്റ് ഉടനെ ആ വെള്ളം കുടിക്കാൻ അറ്റ് ദ സെയിം ടൈം അതിനകത്തുള്ള ഉലുവയും ചവച്ചരച്ച് കഴിക്കുക. ഇത് നിങ്ങൾ എത്ര തവണ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇത് നോർമലി ഇത് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ റിസൾട്ട് തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി 1 മുതൽ 2 ആഴ്ച വരെ ആക്ച്വലി നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി വിശപ്പ് നന്നായിട്ട് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഒരു 4 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ആക്ച്വലി വയറ്, അതായത് വയറിന്റെ ഒരു ഭാഗം കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെയിറ്റിന് ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ സംഭവിക്കും. അതായത് വെയിറ്റ് ചെറുതായിട്ടൊന്ന് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ആക്ച്വലി ഈ ഒരു കാര്യം മാത്രം ചെയ്തതുകൊണ്ട് വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുമെന്നല്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവും. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ആപ്പിൾ സിഡർ വിനീഗർ ആണ്. ആപ്പിൾ സിഡർ വിനീഗർ ആക്ച്വലി എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും വർക്ക് ആവുന്നത് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അപ്പറ്റൈറ്റ്, അതായത് നമ്മൾ വിശപ്പ് ആക്ച്വലി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആ ഷുഗർ സ്പൈക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആക്ച്വലി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കാൻ പാടില്ല. അൾസർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല. ചിലപ്പോൾ ചിലർക്ക് ടീത്ത് സെൻസിറ്റിവിറ്റി ഉണ്ടാവാം. അങ്ങനെയുള്ളവർ ആക്ച്വലി ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഇത് എങ്ങനെയാണ് നോർമലി കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആക്ച്വലി മിക്സ് ചെയ്യുക. 1 സ്പൂൺ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുക. അത് നോർമലി ഒരു മീലിന് മുമ്പ് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നോർമലി ദിവസം 2 തവണയെങ്കിലും ആക്ച്വലി കുടിക്കാൻ പറ്റും നിങ്ങൾക്ക് അൾസർ ഇഷ്യൂ ഒന്നും മേജർ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ആക്ച്വലി 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി നിങ്ങളുടെ ബ്ലോട്ടിങ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു 2 to 6 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു 6 ആഴ്ചയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നോർമലി നമ്മൾ ക്ലീൻ ഡയറ്റും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2 മുതൽ 4 കിലോ വരെയെങ്കിലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് ആക്ച്വലി ജീരകവെള്ളം കുടിക്കുന്നതാണ്. ജീരകവെള്ളം കുടിക്കുന്നത് മെയിനായിട്ട് എന്തിനൊക്കെ വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റബോളിസം ഭയങ്കര സ്ലോ ആണെങ്കിൽ അതൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വാട്ടർ റീടെൻഷൻ, അതായത് മൊത്തത്തിൽ ശരീരത്തിൽ നീർക്കെട്ട് പോലെ ഉണ്ടെങ്കിൽ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ആരൊക്കെ കുടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി BP ഭയങ്കര ലോ ആണെങ്കിൽ നിങ്ങളത് കുടിക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഡൈജസ്റ്റീവ് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, വയറിന് നോർമലി ഡൈജഷന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ജീരകവെള്ളം കുടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 സ്പൂൺ ജീരകം ആക്ച്വലി വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുക. കുതിർക്കാൻ വെച്ചിട്ട് അത് രാവിലെ എണീറ്റ് അത് തിളപ്പിച്ചിട്ട് അത് ചൂടോടുകൂടി കുടിക്കുക. അത് എന്നും രാവിലെ ആക്ച്വലി എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണ്. ഇനി ഇതിന്റെ റിസൾട്ട് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ബ്ലോട്ടിങ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു 2 മുതൽ 4 ആഴ്ച വരെ ആക്ച്വലി നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഞ്ച് ലോസ് ഉണ്ടാവും. അതായത് നമ്മൾ നോർമലി ബോഡിയുടെ ഒരു മെഷർമെന്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇഞ്ചിലെങ്കിലും ചെറിയ ചേഞ്ചസ് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ബിക്കോസ് ബ്ലോട്ടിങ് നന്നായിട്ട് പോയി എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പൊക്കെ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചെറിയ ചൂടുവെള്ളം
ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുടിക്കുക എന്നുള്ളത്. ഇനി ഇത് എന്തിനൊക്കെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൈൽഡ് ആയിട്ടൊന്ന് ഡീടോക്സ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൈഡ്രേഷന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വെള്ളം കുടിക്കുന്നത്. ഇനി ഇത് ആരൊക്കെ കുടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ടീത്ത് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, പല്ലിന് ചെറിയ പുളിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് കുടിക്കാതിരിക്കുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സിട്രസ് അലർജി ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ആക്ച്വലി പറഞ്ഞ പോലെ സിട്രസ് അലർജി ഉണ്ടാവും, അങ്ങനെയുള്ളവർ ഈ ഒരു ലെമൺ വാട്ടർ കുടിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ആൻഡ് ഓൾസോ ചിലർക്ക് ആക്ച്വലി ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ സിട്രസ് അങ്ങനെയുള്ള ഒരു ഫ്രൂട്ടിന്റെ ഡ്രിങ്ക് രാവിലെ കുടിക്കുമ്പോൾ. അങ്ങനെയുള്ളവരും അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഇതെങ്ങനെ കുടിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഒരു ഹാഫ് ലെമൺ നോർമലി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ആക്ച്വലി പിഴിയുക, അത് എല്ലാ ദിവസവും രാവിലെ അത് കുടിക്കുക. ഇനി ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ബെറ്റർ ഡൈജഷൻ ഉണ്ടാവും ഒരു 3 മുതൽ 5 ദിവസം വരെ. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആയി മാറും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സ്കിന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് മാറും. ആൻഡ് നിങ്ങൾ ഇതൊരു 2 ആഴ്ച അടുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ബ്ലോട്ടിങ് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ സ്കിൻ കെയറിന്റെയും വെയിറ്റ് ലോസിന്റെയും ഹോം റെമഡീസ് ആർക്കൊക്കെ ചേരുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ആക്ച്വലി ഒന്നും ട്രൈ ചെയ്യാൻ പാടില്ല. ആൻഡ് ഇതൊക്കെ ആർക്കൊക്കെ വർക്ക് ആവും, ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആവും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം ആക്ച്വലി ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.